എന്തൊക്കെ പറഞ്ഞാലും ചോറിൻ്റെ കൂടെയാണ് കേട്ടോ നമുക്ക് മീൻകറി കഴിക്കാൻ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമാവുക. എന്ന് വെച്ചാൽ ചോറ് തിന്നാൻ പാടാത്തവർക്കും മീൻകറി കഴിക്കണ്ടേ. അപ്പോൾ നമ്മുടെ മാറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിയുടെ ഒപ്പമായാലും ചോറിൻ്റെ ഒപ്പമായാലും ഇനിയിപ്പോൾ ദോശ കഴിക്കുകയാണെങ്കിൽ ദോശയ്ക്കൊപ്പമായാലും ഒരു കണ പുട്ടിനൊപ്പമായാലും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള നല്ലൊരു അടിപൊളി മീൻകറിയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. പുട്ടും ദോശയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ മീൻകറി കഴിക്കണവരുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കറി എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടിട്ട് വരാം. ഞാനിവിടെ നമ്മുടെ മൺകലം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന മീനിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? പരവ എന്നൊരു മീനാണ്. ഈ മീൻ കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ഒന്ന് കാണാം. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ചിലർക്ക് ഒരുപാട് ഉപ്പ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ്. ഞാനൊരു 1/2 മുറി നാരങ്ങയുടെ നീരാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോയ്ക്ക് താഴെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കരുതേ. നമുക്കിനി ഇത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ചെയ്യുന്നത് മീനൊക്കെ പെട്ടെന്ന് ഉടയാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടായ ഒന്ന് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പൊട്ടി വരുന്നത് വരെയും വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഒരു തക്കാളി, ഒരു സബോള ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തതും, ഒരു കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞതും, പിന്നെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി ക്യൂബ് ഷേപ്പിൽ അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് നമുക്കിതിൻ്റെ പച്ചപ്പ് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ പച്ചപ്പൊക്കെ പോയതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഈ ഒരു സമയം നമുക്ക് ഒരു 3-4 പീസ് കുടംപുളി വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ ഒരു മൺകല അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം കുറച്ചധികം വെളിച്ചെണ്ണ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ പേസ്റ്റില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈ എടുക്കാതെ തന്നെ ഇതൊന്ന് നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കാം. എന്ന് വെച്ചാൽ ഇതിനകത്ത് വെള്ളമൊക്കെ പറ്റിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഈ ഒരു മസാലയിൽ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ച പുളിയുടെ വെള്ളവും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരുപാട് ചാറിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായി തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചാറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് നമ്മുടെ മീൻ മസാല പറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീനൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3-4 പച്ചമുളക് നമ്മൾ നീളത്തിൽ അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ മീൻ വേവുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം.
ഇപ്പോൾ നന്നായിട്ട് തളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വയ്ക്കാം. ഇതിൻ്റെ ചാറൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കയ്യിൽ വെച്ചിട്ടൊന്നും ഇളക്കി കൊടുക്കരുത്. ഇതുപോലെ ഒരു തുണി കൂട്ടി പിടിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. നമ്മുടെ മീൻകറിയുടെ ഫൈനൽ സ്റ്റേജിലേക്ക് പോകാൻ പോണേ. ഇനി നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് തിളച്ചാൽ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു പ്ലേറ്റ് ചോറ് പോരട്ടെ? അല്ലെങ്കിൽ വേണ്ട, ഒരു പ്ലേറ്റ് ചപ്പാത്തി ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ചപ്പാത്തിക്കൊപ്പം ചോറിൻ്റെ ഒപ്പം ഒരുപോലെ ഓടും കേട്ടോ ഈ ഒരു മീൻകറി. ഇനി തള വന്നതിന് ശേഷം നമുക്ക് ഒന്നുകൂടിയും കാണാം. കണ്ടോ, നമ്മുടെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു മീൻകറിയുടെ. ഈ ഒരു മീൻകറി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനും മറക്കരുതേ. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരെയും ബൈ.